പ്രപഞ്ചത്തിന്റെ അറിവുകളെ കുറിച്ച് വളരെ കുറഞ്ഞ അറിവ് മാത്രമാണ് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളത്. മനുഷ്യന് നാം വളരെ 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 ചുരുങ്ങിയ അറിവ് മാത്രമാണ് നൽകിയിട്ടുള്ളതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മനുഷ്യന് പ്രപഞ്ചത്തിനെ കുറിച്ച് എന്തറിഞ്ഞു? വളരെ കുറച്ചു മാത്രം. മനുഷ്യൻ ഭൂമിയുടെ അടുത്തുള്ള ഒന്നാണ് ചന്ദ്രൻ, ഭൂമിയുടെ ഉപഗ്രഹം. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏകദേശം 3,34,400 കിലോമീറ്ററാണ്. അതായത് ചന്ദ്രനും ഭൂമിയും തമ്മിൽ വച്ചാൽ അതിന്റെ ഉള്ളിൽ ഒരു 30 ഭൂമിയെ നിരത്തി വയ്ക്കാൻ പറ്റും. അത്ര ദൂരം. ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഉപഗ്രഹമാണ് നാം ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞാൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ സ്പീഡിൽ ഭൂമിയിൽ നിന്ന് ഒരു കാറ് ചന്ദ്രനിലേക്ക് പുറപ്പെട്ടാൽ 160 ദിവസം എടുക്കും ആ കാർ ചന്ദ്രനിലെത്താൻ. ദൂരം പറയാൻ വേണ്ടി പറഞ്ഞത് ഏറ്റവും അടുത്തുള്ള ഉപഗ്രഹത്തിന്റെ ദൂരമാണ്. ഇനി ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം 14,96,00,000 കിലോമീറ്റർ ആണ്. അതായത് സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ എത്തണമെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും വേണം. എന്ത് പ്രവിശാലമാണ് ഈ ദുനിയാവ്! സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡും വേണം. ആ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം, അതിന്റെ ആ ഡിസ്റ്റൻസ് ഇച്ചിരി കുറച്ച് അകന്നു പോയാൽ ഭൂമി തണുത്തുറഞ്ഞു പോയാൽ, എന്നല്ല ആ അകലം കുറച്ചും കൂടി അടുത്തിരുന്നെങ്കിൽ, സൂര്യനും ഇപ്പൊ നിലവിലുള്ള അകലം മാറി സൂര്യനും ഭൂമിയും തമ്മിൽ കുറച്ചും കൂടെ അടുത്തിരുന്നാൽ ഭൂമി കരിഞ്ഞു പോകും. ഞാൻ ചോദിക്കുന്നത്, ആരാണ് ഇത്ര ക്രിയാത്മകമായി ഇത് സംവിധാനിച്ചത്? ആരാണ് ഈ ഗ്രഹങ്ങളെല്ലാം ഒരു ട്രാഫിക് ജാം ഇല്ലാതെ ഇതിന്റെ ഭ്രമണപഥങ്ങളെല്ലാം കൃത്യമായി സംവിധാനിച്ചത്? ഇത്ര ഇന്റലിജന്റായി ഈ ഒരു കാര്യം ഡിസൈൻ ചെയ്ത് ആരാണ് ഇത്ര പ്രൊഫഷണലായി ഇത് ഡയറക്റ്റ് ചെയ്തത്? ഇതിനെ ഇത്ര നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഞാൻ പറഞ്ഞു വരുന്നത് ആരാണ്? الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى الله ഇത്ര ക്രിയാത്മകമായി ഇത്ര ബുദ്ധിപരമായി ഇത് സംവിധാനിച്ചത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് വസിക്കാൻ തയ്യാറാക്കിയത് ഭൂമിയാണ്. അതാണ് ഖുർആൻ പറയുന്നത് സൂറത്തു നൂഹിലൂടെ, വല്ലാഹു ജഅല ലക്കുമുൽ അർദ ബിസാതാ. ഭൂമിയെ നാം വിരിപ്പാക്കിയിരിക്കുന്നു. അല്ലാഹു വിശ്വാസികൾക്ക് വേണ്ടി, മനുഷ്യന്മാർക്ക് വേണ്ടി, ജീവജാലങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു ഇത് വിരിപ്പാക്കിയിരിക്കുന്നു. മറ്റൊരായത്തിൽ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ. അല്ലാഹു ദലൂലായി ഭൂമിയെ സുഗമമാക്കിയിരിക്കുന്നു. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർദ ഖറാറാ. ഈ ഭൂമി അല്ലാഹുല്ലദീ എങ്ങനെയുള്ള റബ്ബാണ്, ജഅല ലക്കുമുൽ അർദ ഈ ഭൂമിയെ നിങ്ങൾക്ക് അല്ലാഹു ആക്കിയിരിക്കുന്നു, ഖറാറാ വാസയോഗ്യമാക്കിയിരിക്കുന്നു. സൂറത്തുർ റഹ്മാനിലൂടെ അല്ലാഹു പറയുന്നു, വൽ അർദ വദഅഹാ ലിൽഅനാം ഫീഹാ ഫാകിഹത്തുൻ والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان والأرض وضعها للأنام. ഭൂമിയെ മനുഷ്യന്
സംവിധാനിച്ചിരിക്കുന്നു. ഫീഹാ ഫാകിഹതുൻ വന്നഖ്ലു ദാത്തുൽ അക്മാം. അവിടെ മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ ഫലങ്ങളും സസ്യങ്ങളും നാം സംവിധാനിച്ചിരിക്കുന്നു. വൽ ഹബ്ബുൽ അസ്ഫി വൽ റൈഹാൻ. ആ ഭൂമിയിൽ വൈക്കോലുകളും വിത്തുകളും ധാന്യങ്ങളും പുഷ്പങ്ങളും നാം സംവിധാനിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്, ഏത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നതെന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഈ ഭൂമിയെ മനുഷ്യൻ അല്ലാഹു സംവിധാനിച്ചെന്നിരിക്കുന്നു. ഭൂമിയെ മനുഷ്യൻ അല്ലാഹു സംവിധാനിച്ചെന്നിരിക്കുകയാണ്. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദ്. അലം തറ, താങ്കൾ കാണുന്നില്ലയോ? നിങ്ങൾക്ക് അല്ലാഹു മനുഷ്യന്മാർക്ക് ഈ ഭൂമിയെ കീഴ്പ്പെടുത്തി തന്നത് നിങ്ങൾ കാണുന്നില്ലയോ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു. അപ്പോ ഈ ഭൂമി എന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകിയതാണ്, നമുക്ക് വസിക്കാൻ നമുക്ക് അല്ലാഹു നൽകിയതാണ്. സൂറത്തുൽ ഹൂദിന്റെ 61-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഭൂമിയെ പരിപാലിക്കുന്നവരാണ് എന്ന ഖുർആനിക ആയത്തിന്റെ വിശദീകരണത്തിൽ പേർഷ്യൻ രാജാക്കന്മാരെ കുറിച്ച് അല്ലാഹു പറയുന്നു. പേർഷ്യൻ രാജാക്കന്മാർ ചെടികൾ നട്ടുപിടിപ്പിക്കാനും മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ഭൂമിയെ പരിപാലിക്കാൻ വലിയ താല്പര്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുത്തു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്. അതുകൊണ്ട് ഭൂമിയെ പരിപാലിക്കാൻ, പരിസ്ഥിതിയെ പരിപാലിക്കാൻ നാം വലിയ താല്പര്യമുള്ളവരായിരിക്കണം. വിശ്വാസികളുടെ ബാധ്യതയാണ് ഈ പരിപാലനം എന്നുള്ളത്. നാം നടുന്ന ഓരോ മരങ്ങളും സസ്യങ്ങളും അത് നാളേക്ക് തലമുറയ്ക്ക് വേണ്ടിയുള്ള, മുന്നോട്ടുള്ള തലമുറയ്ക്ക് വേണ്ടിയുള്ള, അവർക്ക് ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും നല്ല സുഖകരമായ ജീവിതത്തിനും വേണ്ടിയുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നാം ചിന്തിക്കണം. നാം ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഈ പരിസ്ഥിതിയുടെ പരിപാലനം നമ്മുടെ ഉത്തരവാദിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതാണ് നാം പഠിച്ചെടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക വിധികൾ മാത്രം പറയുന്ന ഒരു ഭരണാധികാരി മാത്രമല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രകൃതിയുടെ പ്രവാചകനായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതിയുടെ പ്രവാചകനായിരുന്നു. യുദ്ധവേളയിൽ സൈന്യത്തിന്റെ ചീഫ് കമാൻഡറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ആർമിയോട്, സൈന്യത്തിനോട് വളരെ ഇമ്പോർട്ടന്റ് അഡ്വൈസ്, വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം കൊടുക്കുന്നത്, ഫലാ തഖ്ദഉ ഷജറതൻ മുസ്മിറ. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന വേളയിൽ, യുദ്ധത്തിന്റെ വേളയിൽ നിങ്ങൾ ഒരു ഫലം കാക്കുന്ന വൃക്ഷത്തിനെ മുറിക്കാൻ പാടില്ല. യുദ്ധത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സമയത്ത് സൈന്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം ഒന്ന് കേട്ടു നോക്കൂ. ഫലാ തഖ്ദഉ ഷജറതൻ മുസ്മിറ. നിങ്ങൾ ഫലം കാക്കുന്ന വൃക്ഷം മുറിക്കാൻ പാടില്ല. ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത വാല്യൂ ആണ്, മനസ്സിലാക്കണം. തന്റെ ഇതര ജീവികളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ കൃപയുള്ള ആളായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ ഒട്ടകങ്ങൾ വന്ന്, മറ്റ് ഇതര ജീവികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറയുകയും ആ വലിയ ഉത്തരവാദ ബോധത്തോടെ, വലിയ കർക്കശത്തോടെ ആ ജീവികളുടെ ആവശ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിറവേറ്റി കൊടുത്തതായും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സീറയിൽ നമുക്ക് കാണാൻ സാധിക്കും. വേടന്റെ വലയിൽ കുടുങ്ങിയ മാൻപേടയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാമ്യം നിന്നതും, ആ മാൻപേട തിരികെ വന്നില്ലെങ്കിൽ ആ വേടന്റെ അടിമയായി മാറേണ്ട സ്ഥിതി വന്നപ്പോൾ അതും റസൂലുള്ളാഹി ഏറ്റെടുക്കുകയും ആ മാൻപേട തന്റെ കുട്ടികൾക്ക് പോയി പാല് കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോ ഇതര മതസ്ഥനായ ഈ വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഇതര ജീവിക്ക് റസൂലുള്ളാഹി കൊടുത്ത പ്രാധാന്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞ് ഈ മാൻപേട പരിശുദ്ധ റൗള ശരീഫിൽ വരികയും തല കുനിച്ചിങ്ങനെ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ നിൽക്കുകയും തിരിച്ച് നടന്നു പോകുന്നതായി, തന്റെ പിൻഭാഗം റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ നേരെ വരാതെ ഇങ്ങനെ പിന്നിലേക്ക് നടന്നു വരുന്നതായി ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ആ മാൻപേട റസൂലുള്ളാഹിനോട് കാണിച്ച സ്നേഹമാണ്. എന്നെ പണ്ട് രക്ഷിച്ച റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം റൗള ശരീഫിൽ വരുന്ന ചരിത്രം സീറയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതര ജീവികളോട് വലിയ കൃപയുള്ള ആളായിരുന്നു, വലിയൊരു പരിസ്ഥിതി സംരക്ഷകനായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ
ഔ യസ്റഉ സറഅൻ മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സറഅൻ. ഒരു മുസ്ലിം ഒരു കൃഷി ചെയ്താൽ, ഒരു വിത്ത് പാകി അതിലൂടെ സസ്യങ്ങൾ ഉണ്ടായി, ഒരു മരത്തൈ നട്ടു അതിലൂടെ ഫലം കാച്ചു. ആ ഫലം ഫയകുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ. ആ ഫലം, ആ വിശ്വാസി നട്ട മരത്തിലൂടെ ഉണ്ടായ ഫലം ഒരു പക്ഷിയോ ഒരു മനുഷ്യനോ ഒരു ജീവിയോ ഭക്ഷിച്ചാൽ ഇല്ലാ കാന ലഹു ബിഹി സദഖ, അതിലൂടെ അവർക്ക് സദഖയുടെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം നടുന്ന മരത്തിലൂടെ അതിന്റെ ഫലം ഒരു പക്ഷിയോ ഒരു മനുഷ്യനോ ഒരു ജീവിയോ ഭക്ഷിച്ചാൽ അതിൽ നിന്ന് അവനക്ക് ഇല്ലാ കാന ലഹു ബിഹി സദഖ, അവനക്ക് അതിലൂടെ സദഖയുടെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വലിയ പ്രകൃതി സംരക്ഷകനായിരുന്നു റസൂലുള്ളാഹി. മറ്റൊരു ഹദീസിൽ കാണാം, ഇൻ ഖാമത്തിസ് സാഅതു വഫീ യദി അഹദികും ഫസീല ഫനിസ്തിതാഅ അല്ലാ തഖൂമ ഹത്താ യഗ്രിസഹാ ഫൽയഗ്രിസ്ഹാ. ലോകാവസാനം വന്ന് മുമ്പിൽ നിൽക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു മരത്തിന്റെ തൈയുണ്ടെങ്കിൽ, നിങ്ങൾക്കത് നടാൻ പ്രാപ്തിയുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നടട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഭയാനകരമായ സമയമാണ് ഖിയാമത്ത് നാളിന്റെ സമയം, അന്ത്യനാൾ. ആ സമയത്തും നിങ്ങളുടെ കയ്യിൽ ഒരു മരത്തിന്റെ തൈ ഉണ്ടെങ്കിൽ നിങ്ങളത് നടണം. ഇത്രയും ഭയാനകരമായ നിമിഷത്തിൽ നിങ്ങളുടെ കയ്യിൽ തൈയുണ്ടോ? إذا الشمس كورت وإذا النجوم كدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت. സൂര്യനെ ചുരുക്കപ്പെടുന്ന, സൂര്യനെ ചുറ്റിപ്പൊരിപ്പെടുന്ന സമയം. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന സമയം. പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുന്ന സമയം. അതേ പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തിനെ അവഗണിക്കുന്ന സമയം. അതാ സമ്പത്ത് ജനങ്ങൾക്ക് വേണ്ടാത്ത നിമിഷം എന്നർത്ഥം. മാത്രമല്ല അതേ വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നിമിഷം. സമുദ്രങ്ങൾ കത്തുന്ന നിമിഷം. ആത്മാക്കൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നിമിഷം. ജനിച്ചു വീഴുന്ന കുട്ടി ചോദിക്കുന്നു, എന്തിനാണ് എന്നെ വധിച്ചത്, എന്തിനാണ് എന്നെ കൊലപ്പെടുത്തിയതെന്ന് ജനിച്ചു വീഴുന്ന കുട്ടി ചോദിക്കുന്ന സമയം. ഇത് ഖിയാമത്ത് നാളിന്റെ ഭയാനകതയാണ്. ഒന്ന് പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. ഈ സമയത്തും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഒരു മരത്തിന്റെ തൈയുണ്ടെങ്കിൽ, നിങ്ങൾക്കത് നടാൻ പ്രാപ്തിയുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ നടണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിസ്ഥിതിയെ നാം കാത്തുവെക്കണം. ഭാവിക്ക് വേണ്ടി നാം കാത്തുവെക്കണം. ഒരു തൈ നടാം നമുക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ലൊരു നാളേക്ക് വേണ്ടി എന്ന കവിത ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് നാം പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും ഈ പരിസ്ഥിതിയുടെ പരിപാലനത്തിനും നമുക്ക് കഴിയുന്നതുപോലെ നാം പങ്കാളിയാകാമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. നാം നേതൃത്വങ്ങൾ കുടുംബസമേതം ഈ വിഷയത്തിൽ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിൽ നിന്ന് കുറച്ച് മാറ്റിവെച്ച് നാം ഈ പരിസ്ഥിതിയുടെ പരിപാലനത്തിന് വേണ്ടിയും വീടിന്റെ മുറ്റത്ത് കൃഷികൾ ചെയ്യാനും അതുപോലെ സസ്യങ്ങൾ നടാനും നാം മുന്നോട്ട് വരണം. നമ്മുടെ കുട്ടികളുടെ കുഞ്ഞു കൈകളിലേക്ക് ഫോൺ മാറ്റിവെച്ച് ചെറിയ തൈകൾ കൊടുക്കണം. അവർ നടട്ടെ. എങ്ങനെയാണ് ഇത് വളരുന്നതെന്നും എങ്ങനെയാണ് അവരെ വെള്ളമൊഴിക്കാൻ പഠിപ്പിക്കൂ. അവരുടെ മനസ്സിലേക്ക് സോഷ്യൽ മീഡിയയുടെ
ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ നിന്നും അവർ പണ്ടത്തെ ഈ പ്രകൃതിയുടെ പച്ചപ്പിലേക്ക് അവർ തിരിച്ചു പോകട്ടെ. അവരുടെ കയ്യിൽ ആ ചെറിയ തൈകൾ കൊടുക്കുകയും അവരെ നടുകയും ഒരാഴ്ച കഴിയുമ്പോ ഇത് വളർന്നു കാണുമ്പോ നിഷ്കളങ്കനായ നമ്മുടെ മകൻ നമ്മളോട് ചോദിക്കും, വാപ്പിച്ചി ഇതെങ്ങനെയാണ് ഇത് വളർന്നത് എന്ന് ചോദിക്കുമ്പോ സൂറത്തുൽ വാഖിയയുടെ ആയത്ത് നാം മോദി കേൾപ്പിക്കണം. അള്ളാഹു പറയുന്നു, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ നിങ്ങൾ നട്ടു വളർത്തുന്ന ഈ ചെടികളും സസ്യങ്ങളും മരങ്ങളെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ അല്ലാഹു ശേഷം പറയുന്നു, അൻതും തസ്റഊന, നിങ്ങളാണോ അത് കൃഷി ചെയ്യുന്നത്? നിങ്ങളാണോ അത് മുളപ്പിക്കുന്നത്? അം നഹ്നു സാലിഹൂൻ, നമ്മളാണോ അത് മുളപ്പിക്കുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹുവാണ് മോനെ ഇത് മുളപ്പിക്കുന്നത്. അപ്പോൾ കുട്ടി ചോദിക്കും, വാപ്പിച്ചി എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത്? ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ സൂറത്തുൻ നബയിന്റെ ആയത്ത് നാം ഓതി കൊടുക്കണം. ഫഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാദാ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ. ഫഅൻസൽനാ, നമ്മൾ ഇറക്കി, മിനൽ മുഅ്സിറാതി, കാർമേഘങ്ങളിൽ നിന്ന് നാം ഇറക്കിയിരിക്കുന്നു, മാഅൻ സജ്ജാദാ, കോരിച്ചൊരിയുന്ന മഴയെ, ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, അതിലൂടെ സസ്യങ്ങളും പഴങ്ങളും ഭൂമിയിൽ ഉണ്ടാകാൻ വേണ്ടി ഈ ആയത്ത് മകന് നമ്മൾ ഓതി കൊടുക്കണം. അപ്പൊ മോൻ ചോദിക്കും, വാപ്പിച്ച് എങ്ങനെയാണ് കിണറിൽ വെള്ളം ഉണ്ടാകുന്നത്? നിഷ്കളങ്കമായ ചോദ്യമാണ്. ക്യൂരിയോസിറ്റി കൂടുതലാണ് കുട്ടികൾക്ക്. ആ ക്യൂരിയോസിറ്റി രക്ഷിതാക്കൾ കൃത്യമായി മുതലെടുത്ത് അവരുടെ വൈജ്ഞാനിക മണ്ഡലം വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ പേരന്റും അതിന് പര്യാപ്തമുള്ള വൈജ്ഞാനിക തികവുള്ളവരായിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ കുട്ടി ചോദിക്കും, വാപ്പിച്ച് എങ്ങനെയാണ് കിണറിൽ നിന്ന് വെള്ളം ഉണ്ടാകുന്നത്? അപ്പൊ സൂറത്തുൽ മുൽക്കിന്റെ അവസാനത്തെ ആയത്ത് ഓതി കേൾപ്പിക്കണം. അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതികും ബിമാഇൻ മഈൻ. നിങ്ങളുടെ വെള്ളം പറ്റിപ്പോയാൽ, ജലക്ഷാമം അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് ആരാണ് വെള്ളം തരുന്നതെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. നിങ്ങൾക്ക് ജലക്ഷാമം അനുഭവപ്പെട്ടാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നതെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്ത് ഓതുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. ആരാണ് നിങ്ങൾക്ക് വരൾച്ചയിൽ നിന്ന് വെള്ളം തരുന്നത്? ആരാണ് ജലക്ഷാമം വന്നാൽ നിങ്ങൾക്ക് വെള്ളം തരുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. മോനെ, അല്ലാഹു ആണ് നമുക്ക് വെള്ളം തരുന്നത്. എല്ലാം അല്ലാഹു ആണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ മകൻ ചോദിക്കും, വാപ്പിച്ചി ഈ സൂര്യൻ എങ്ങനെയാണ് കത്തുന്നത്? ആരാണ് ഇതിന്റെ ലൈറ്റ് ഇടുന്നത്? അപ്പൊ സൂറത്തുൻ നൂഹിന്റെ 16-ാമത്തെ ആയത്ത് നാം ഓതി കേൾപ്പിക്കണം. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല അശ്-ശംസ സിറാജാ. സൂര്യൻ എന്നുള്ളത് അതിന്റെ സ്വന്തം ഇന്ധനം കൊണ്ട്, സിറാജ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. സ്വന്തം ഇന്ധനം കൊണ്ട് വിളക്ക് പോലെ കത്തുന്നു വിളക്കാണ് സൂര്യൻ. 1400 വർഷം മുമ്പ് ഖുർആൻ സൂര്യനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് സ്വന്തം ഇന്ധനം കൊണ്ട് കത്തുന്നു, അഥവാ വിളക്കാണെന്നാണ്. ഇന്ന് സയന്റിഫിക്കൽ എക്സിഡന്റിന്റെ ലോകം സൂര്യൻ അതിന്റെ സ്വന്തം വാതകങ്ങൾ കൊണ്ടും മൂലകങ്ങൾ കൊണ്ടും സ്വയം കത്തുന്നു എന്ന്, ഹീലിയം പോലെയുള്ള വാതകങ്ങൾ കൊണ്ട് സ്വയം കത്തുന്നു എന്ന് കണ്ടുപിടിക്കുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ സൂര്യനെ പരിചയപ്പെടുത്തിയത് സിറാജാ, അത് വിളക്ക് പോലെയാണ്, വിളക്കാണ്, സ്വന്തം ഇന്ധനം കൊണ്ട് കത്തുകയാണ്. മകന് സൂര്യനെ കുറിച്ച് ചോദിക്കുമ്പോ ഈ ആയത്ത് ഓതി കേൾപ്പിക്കണം. അപ്പൊ മകൻ ചോദിക്കും, വാപ്പിച്ച് എങ്ങനെയാണ് ഈ കാണുന്ന രാത്രിയും പകലും മാറി മറിയുന്നത്? ആരാണ് കൃത്യമായി ലൈറ്റ് ഇടുന്നത്? ആരാണ് കൃത്യമായി ലൈറ്റ് ഓഫ് ചെയ്യുന്നത്? സൂര്യനെ കൃത്യമായി ഉണർത്തുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോ സൂറത്തുൽ ആലി ഇംറാനിന്റെ 26-27 ആയത്ത് നാം ഓതി കേൾപ്പിക്കണം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل
ويخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. അല്ലാഹുവാണ് രാത്രി പകലുകളെ മാറ്റി മറിക്കുന്നത് മോനെ എന്ന് പറഞ്ഞു കൊടുക്കണം. എല്ലാം അല്ലാഹുവിന്റെ ശക്തിയാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദാ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസ് السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോ സാഹചര്യങ്ങളും അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള ഒരവസരമായി എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.